പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് സൂചന നൽകി ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടമാണ് നടന്നതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം ലാഹോറിൽ, പാകിസ്ഥാനിലെ ലാഹോറിലും തുടർ സ്ഫോടനങ്ങളാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഒപ്പം വിലയിരുത്തലുമായി ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധനും നമ്മോടൊപ്പം തുടരുകയാണ്. ഐസൻ, ലാഹോറിലെ 3 ഇടങ്ങളിലാണ് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ലാഹോർ വിമാനത്താവളം അടച്ചിടാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. കറാച്ചി വിമാനത്താവളം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അടച്ചിട്ടിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ്? സുരേഷ്, ഇപ്പോൾ ചില സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നത് അത് പാകിസ്ഥാനിലെ തന്നെ ഒരു ഭീകര സംവിധാനം, ഏതോ ഒരു ഭീകര സംഘടനയാണ് അതിന് പിന്നിൽ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ ഒരു ഛിദ്രശക്തിയാണ് എന്ന പ്രാഥമികമായ സ്ഥിരീകരിക്കപ്പെടാത്ത ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സ്ഫോടനം നടന്നിരിക്കുന്നു, 3 ശക്തമായ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. എയർപോർട്ടുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കറാച്ചി എയർപോർട്ടിലൊക്കെ ചില ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നൊരു പശ്ചാത്തലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെ വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പാകിസ്ഥാനിലെ പ്രധാന പ്രശ്നം, നേരത്തെ മോഹൻ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ, പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെ കൂട്ടുത്തരവാദിത്വമില്ലാത്തൊരു ഭരണ സംവിധാനമാണ്. ആ കൂട്ടുത്തരവാദിത്വമില്ലായ്മ അവിടെയുള്ള ഭീകര സംഘടനകളെ മത്സരിച്ച് പ്രോത്സാഹിപ്പിച്ച് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുക എന്ന ഒരു നീക്കം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കളി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ് പാകിസ്ഥാൻ്റെ ഒരു അൺസ്റ്റെബിലൈസ്ഡ് ആയ ഒരു കണ്ടീഷനിലേക്ക്, വളരെ ഛിദ്രിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒട്ടും വ്യക്തതയില്ലാത്ത നിലപാടുകൾ പാകിസ്ഥാൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. അത് അവർ പരസ്പരം പറയുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ രാവിലെയും ഇന്നലെ വൈകുന്നേരമെല്ലാം തന്നെ വാർത്തകളിൽ സജീവമായി തീർന്ന ഖ്വാജയുടെ മറുപടി, പ്രതിരോധ മന്ത്രിയുടെ മറുപടി തന്നെയാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ടത്. നേരത്തെ പറഞ്ഞത് ഭാരതം പിന്തിരിയുകയാണെങ്കിൽ തങ്ങളും പിന്തിരിയാൻ തയ്യാറാണെന്ന നിലപാട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അറിയിക്കുന്നു. കറക്റ്റ് 6 മണിക്കൂറിന് ശേഷം, നേരത്തെ മോഹൻ സാർ പറഞ്ഞതുപോലെ 6 മണിക്കൂറിന് ശേഷം ഈ നിലപാട് നേരെ തിരിച്ച് തങ്ങൾ അതിശക്തമായൊരു ആക്രമണത്തിന് മുതിരുന്നു എന്ന് കൃത്യമായൊരു മറുപടി ഒരു മാധ്യമത്തിൻ്റെ ചോദ്യത്തിന് ലൈവ് ടെലികാസ്റ്റിൽ തന്നെ നൽകുന്നു. അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയില്ലാത്ത രീതികൾ കാണുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ സമാന രീതിയിൽ ആക്രമിക്കുമെന്ന് പറയുന്നു. എന്നാൽ ആക്രമിക്കാനോ ചർച്ചകൾക്കോ ഇല്ല എന്ന നിലപാട് മറ്റൊരു മന്ത്രി, അതായത് ഇൻഫർമേഷൻ മിനിസ്റ്ററാണ് ഏറ്റവും സുപ്രധാനമായൊരു വിഷയം മാധ്യമങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അതായത് ഇൻ്റലിജൻസ് വിവരങ്ങളുണ്ട് എന്ന രാജ്യത്തിൻ്റെ നിലപാട് മാധ്യമങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ആ ഒരു മന്ത്രിയും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ 3 പേരും ഇടപെട്ടിരിക്കുന്നു. ഇടപെട്ടതിന് ശേഷവും ഇത്തരത്തിലുള്ള ഓരോ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. അത് ഏത് രീതിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നേരിടുന്നത്, പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നം, പാകിസ്ഥാൻ പ്രതിരോധ തലത്തിൽ നേരിടുന്ന പ്രശ്നം, എല്ലാ രംഗങ്ങളിലും പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഏറെ കൂടുതലാകുന്ന, അല്ലെങ്കിൽ അതിനൊരു കാറ്റലൈറ്റായി മാറിയിരിക്കുകയാണ് ഈ സ്ഫോടനം എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒപ്പം ഈ ബലൂച്ച് വിമോചന പോരാളികളുടെ അവരുടെ ഒരു ആക്രമണവും തുടരുകയാണ്. ബലൂചിസ്ഥാനിൽ നടന്ന സ്ഫോടനത്തിൽ 14 പാകിസ്ഥാൻ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. അതായത് ഭാരതത്തിനെതിരെയുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ ഇപ്പോഴും തുടരുമ്പോൾ ആഭ്യന്തരപരമായി ഒട്ടേറെ തിരിച്ചടികൾ പാകിസ്ഥാൻ ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവിടുത്തെ തീവ്രവാദ സംഘടനകളായാലും ബലൂച്ച് വിമോചന സേനാനികളായാലും അങ്ങനെ എല്ലാ തരത്തിലും ചുറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്, ഒരു വലിഞ്ഞു മുറുകുന്ന കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും പാകിസ്ഥാൻ ഒരു സങ്കീർണാവസ്ഥയിൽ തന്നെ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം, ഇപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ, ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നതെങ്കിലും ഭീകരരെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ പോലും ഒരു കൃത്യതയില്ലാത്ത, നേരത്തെ മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഫോക്കസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. തീർച്ചയായും ഇനിയും കൂടുതൽ സംശയങ്ങളാണത്. മോഹൻ സാറിന് തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടത്, ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ
പട്ടാളത്തിൻ്റെ ഈ നീക്കങ്ങൾ, ഏത് രീതിയിലുള്ള നീക്കമാണ് പട്ടാളം നടത്തുക എന്നത് ഭരണ നേതൃത്വത്തിന് അറിയാത്തൊരു സാഹചര്യം. എന്നാൽ ഭാരതത്തിൻ്റെ കാര്യമാണെങ്കിൽ നേരിട്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഈ നീക്കങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നാമകരണം ചെയ്യുന്നത് പോലും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അത്തരത്തിൽ കൃത്യമായൊരു പൊളിറ്റിക്കൽ നേതൃത്വം ഭാരതത്തിനുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്. പൊളിറ്റിക്കൽ നേതൃത്വം അവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഉള്ള പൊളിറ്റിക്കൽ നേതൃത്വം തന്നെ ഒരു അൺഓർഗനൈസ്ഡായി അല്ലെങ്കിൽ ഒരു കൂട്ടുത്തരം, ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും അത്തരത്തിലൊരു മോഹൻ സാറിനോടാണ് ഇതിന് വിശദീകരണം തരേണ്ടത്. അതായത് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവിടെ ഒരു പട്ടാളത്തിൻ്റെ നീക്കം ഇനി എന്തായിരിക്കും? ഒരു പക്ഷേ ഭാരതത്തിനെതിരായ നീക്കങ്ങൾ പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഭാരതം സജ്ജമെന്ന് ഇന്നലെ തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു, ഭാരതത്തിൻ്റെ സൈന്യം വ്യക്തമാക്കിയിരുന്നു, അത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? നിലവിൽ രാഷ്ട്രീയ നേതൃത്വത്തെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നൊരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി പട്ടാളത്തിൻ്റെ നീക്കം എങ്ങനെയായിരിക്കുമെന്നതാണ് മോഹൻ സാറിന് തോന്നുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ വന്നു. ലാഹോർ സ്ഫോടനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിംഗ് സംഭവിച്ചു. അതിന് പിന്നിൽ എന്തായിരിക്കാമെന്ന ഒരു ചിന്ത, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരാള അവസ്ഥ, അതിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കാവുന്നത്, സൈന്യത്തിൻ്റെ പോളിസി എന്തായിരിക്കും, ഓപ്ഷൻസ് എന്തായിരിക്കും, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു നിഗമനങ്ങളിലാണ് നമ്മൾ എത്തേണ്ടത്. ഒന്ന്, ഈ നമുക്കൊരു ഐസൻ ആൻഡ് സുരേഷ്, 2 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ഡു യു ക്യാച്ച് കോൾഡ് ഓർ ഡസ് കോൾഡ് ക്യാച്ചസ് യു? ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭംഗ്യാന്തരേണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പനി ആരെയും അല്ലെങ്കിൽ ജലദോഷം ആരെയും പിടിക്കാറില്ല. പക്ഷേ ജലദോഷം നമ്മുടെ ശരീരം വീക്കാകുമ്പോൾ, റെസിസ്റ്റൻസ് സിസ്റ്റം കുറയുമ്പോൾ അത് കയറി പിടിക്കുകയാണ്. അതായത് നമ്മൾ കോൾഡ് പിടിക്കുകയല്ല, കോൾഡ് നമ്മളെ പിടിക്കുകയാണെന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ്റെ രോഗാതുരമായ ഒരു ആഭ്യന്തര അന്തരീക്ഷം, അതിലൊന്നാണ് ലാക്ക് ഓഫ് ഫോക്കസ്. ഇന്ത്യ വിരോധത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഒരു ഇന്ത്യ വിരോധത്തിൽ മാത്രം ഒരു ശത്രുവിനെ കാണിച്ചുകൊണ്ട് മാത്രം എത്ര കാലം ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാം? 2, ആഭ്യന്തരമായ സംവിധാനങ്ങളെ, ഇൻഫ്രാസ്ട്രക്ചറിനെ ആണെങ്കിലും ഇക്കോണമി ആണെങ്കിലും ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്ന, കറപ്ഷൻ കാരണവും കെടുകാര്യസ്ഥത കാരണവും പരാജയപ്പെടുന്ന സർക്കാരുകൾ. 3, സർക്കാർ സംവിധാനം എന്നത് വെറും ഒരു കോൺസെപ്റ്റ് മാത്രമാണ് പാകിസ്ഥാനിൽ. സൈന്യമാണ് ബി ഓൾ ആൻഡ് എൻഡ് ഓൾ. 4, സൈന്യത്തിന് വേണ്ടിയാണ് ഒരു രാഷ്ട്രം എന്ന ഒരു ചിന്ത. അതായത് ഓൾ കൺട്രീസ് ഹാവ് ആർമി, ബട്ട് ദർ ഇസ് വൺ കൺട്രി, വൺ ആർമി വിച്ച് ഹാസ് എ കൺട്രി, ദാറ്റ് ഈസ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പോലെയാണ്. വിഭവങ്ങളെല്ലാം തന്നെ സൈന്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. എന്നാൽ സൈന്യം വളരെ ആർഭാടത്തിൽ സൈന്യം ജീവിക്കുന്നു. അതുമാത്രമല്ല, രാജ്യത്തിൻ്റെ വിഭവങ്ങളെല്ലാം നല്ലൊരു പങ്ക് ഫൗജി ഫൗണ്ടേഷൻ എന്ന പേരുള്ള ഒരു ഫൗണ്ടേഷനിലേക്ക് എത്തുകയാണ്. അവർക്ക് ഒരുപാട് വ്യവസായ താല്പര്യങ്ങളുണ്ട്. സിമെൻറ്റ്, അയൺ, സ്റ്റീൽ, ടെക്സ്റ്റൈൽ എന്ന് വേണ്ട ആർമി സാധാരണ ഇടപെടാൻ സാധ്യതയില്ലാത്ത മേഖലകളിൽ നിക്ഷേപമുള്ള ഫൗജി ഫൗണ്ടേഷനിലേക്ക് വിഭവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആർമിയെ വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ അവരുടെ ജീവിതം സ്റ്റെബിലൈസ് ചെയ്യാൻ ആർമിക്ക് കഴിഞ്ഞിട്ടില്ല. അവർ ദുരിതത്തിലും ബുദ്ധിമുട്ടിലും ജീവിക്കുന്നു. 5, പാകിസ്ഥാനിലെ രാഷ്ട്രീയ കക്ഷികൾ ആകെ ചന്നം ഭിന്നം ചിതറി നിൽക്കുകയാണ്. ഇപ്പോൾ നിലവിൽ സ്വല്പമെങ്കിലും പോപ്പുലാരിറ്റി ഉള്ളത് ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ കക്ഷിക്കാണ്, തെഹ്രീക്കെ ഇൻസാഫ് പാകിസ്ഥാൻ. അപ്പം PTIക്ക് മാത്രമാണ് ഒരു ഹോൾഡ് ഉള്ളത്. മുൻകാലങ്ങളിൽ പഞ്ചാബിൽ പ്രബലമായിരുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, നവാസ് ഷെരീഫിൻ്റെയും ഷഹബാസ് ഷെരീഫിൻ്റെയും മറിയം ഷഹബാസിൻ്റെയും ഒക്കെ പാർട്ടിയാണ്. അതുപോലെ സിന്ധ് മേഖലയിൽ പ്രാധാന്യമുണ്ടായിരുന്ന, ഒരു കാലത്ത് പ്രാധാന്യമുണ്ടായിരുന്ന ബെനസീർ ഭൂട്ടോയുടെ, സുൽഫിക്കർ അലി ഭൂട്ടോ തുടങ്ങിയ പാർട്ടി, അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഇപ്പോൾ ഇതാ ആസിഫ് അലി സർദാറിയും മകൻ ബിലാവൽ ഭൂട്ടോയും ഒക്കെ നയിക്കുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പിട തർക്കങ്ങളും ചക്കളത്തി പോരാട്ടങ്ങളും നടക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഏറ്റവും പ്രധാനവും നിർണായകവുമായ കാര്യം, പാകിസ്ഥാൻ്റെ ഫെഡറൽ വ്യവസ്ഥ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അവിടെ 5 സ്ഥലങ്ങളാണ്. പാകിസ്ഥാൻ എന്ന പേര് തന്നെ 5 കാര്യങ്ങൾ ചേർന്നതാണ്. P സ്റ്റാൻഡ് ഫോർ പഞ്ചാബ്, അത് അവരുടെ ഒരു വ്യാഖ്യാനമാണ്. A സ്റ്റാൻഡ് ഫോർ അഫ്ഗാനിസ്ഥാൻ, അതായത് അഫ്പാക് മേഖലയാണ്. അതായത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന മുൻകാലങ്ങളിലും ഖൈബർ പഖ്തൂൺഖ്വ ഇപ്പോഴും പറയുന്ന അഫ്ഗാനിസ്ഥാനെ ചേർന്ന് കിടക്കുന്ന പഷ്തൂ ഭാഷ സംസാരിക്കുന്ന പഠാന്മാരുടെ മേഖലയാണ്. അതാണ് 2. 3, സിന്ധ് മേഖല. ഇപ്പോൾ സിന്ധ്, S സ്റ്റാൻഡ് ഫോർ സിന്ധ്. പിന്നെ ഉള്ളത് ബലൂചിസ്ഥാനാണ്.
ഈ ബലൂചിസ്ഥാൻ മേഖല പാകിസ്ഥാൻ്റെ ഭൂമിയുടെ 45%, 5% ജനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഭൂമിയുടെ നല്ലൊരു പങ്ക് ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാനോട് കടുത്ത അവഗണന. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇറാനോട് ചേർന്ന പ്രദേശങ്ങളാണ്, ഊഷര ഭൂമിയാണ്. അവിടെയാണ് വലിയ തോതിലുള്ള റെസിസ്റ്റൻസ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ റെസിസ്റ്റൻസിൻ്റെ എല്ലാം പിന്നിൽ ഇന്ത്യയാണ് എന്ന വ്യാജ ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. അവിടെ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിന് ആർമിക്ക് കടന്നു ചെല്ലാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ സങ്കീർണമായിരിക്കുന്നു. അതിൻ്റെ എല്ലാം പഴി ഇന്ത്യക്ക് മേൽ വെച്ച് ചാരി ഒട്ടകപ്പക്ഷി മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കുന്നവർ ഞാനൊന്നും പറഞ്ഞില്ല എന്ന മട്ടിൽ നിൽക്കുന്ന പാക് സൈന്യത്തിനെയും ഭരണാധികാരികളെയും കാണുന്നു. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ മേഖല പൂർണ്ണമായി കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. അവിടെ പാക് താലിബാൻ അതിശക്തമായി നിലകൊള്ളുന്നു. പാക് താലിബാൻ മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ തന്നെ വളർത്തിവിട്ട അഫ്ഗാനിസ്ഥാൻ ബന്ധമുള്ള സംഘടനയാണ്. പക്ഷേ ഇപ്പോൾ അഫ്ഗാൻ താലിബാനുമായി ചേർന്ന് നിന്നുകൊണ്ട് പാകിസ്ഥാൻ സൈനിക ഗവൺമെൻറ് വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന പാക് താലിബാൻ വലിയ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. അനേക സൈനികരാണ്, 1000-ലധികം സൈനികരാണ് ഓരോ വർഷവും ആ മേഖലയിൽ മരിച്ചു വീഴുന്ന പാകിസ്ഥാൻ സൈനികർ. അങ്ങനെ എങ്ങനെ നോക്കിയാലും പ്രശ്നകലുഷിതമായ പാകിസ്ഥാനിൽ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ഒരാക്രമണം ആവശ്യമാണ് എന്ന ഒരു തിയറി, ആ തിയറിയുടെ പൂർത്തീകരണമാണ് പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ലഷ്കർ ഇ തോയ്ബയെയും അതിൻ്റെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെയും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്, നിസ്സഹായരായ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയത്. പാകിസ്ഥാൻ സൈന്യത്തിന് അറിയാത്തതല്ല, ഇന്ത്യ തിരിച്ചടിക്കും എന്ന് തീർച്ചയായും പാകിസ്ഥാൻ അറിയാം, പാകിസ്ഥാൻ സൈന്യത്തിനറിയാം. ആ തിരിച്ചടി ആഗ്രഹിച്ചിരുന്നു. ആ തിരിച്ചടി കൂടുതൽ പ്രോളിഫറേഷനിലേക്ക്, കൂടുതൽ വ്യാപനത്തിലേക്ക്, കൂടുതൽ എസ്കലേഷനിലേക്ക് പോകും എന്നും പാകിസ്ഥാൻ അറിയാം. ഇതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നോട്ടം. ഒരു വാർ സിറ്റുവേഷൻ വന്നാൽ പാകിസ്ഥാൻ സൈനിക ജനറലിന് അധികാരം ഏറ്റെടുക്കാൻ വരെ കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിന് മറുപടി വേണമെന്നൊരു മുറവിളി സൈക്കോളജിക്കലാണ്. എപ്പോഴും ഒരു പാകിസ്ഥാൻ പ്രഹരം ലഭിച്ചു, തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ 9 ഇടങ്ങളിൽ പ്രഹരം ലഭിച്ചപ്പോൾ മറുപടി കൊടുക്കണമെന്ന മുറവിളി സ്വാഭാവികമായി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുമല്ലോ. ഇതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ചടങ്ങ് തീർക്കുന്ന രീതിയിലെങ്കിലും കുറച്ച് ബോംബുകൾ ഇന്ത്യയുടെ മേൽ എവിടെയെങ്കിലും, കാശ്മീരിലോ പഞ്ചാബിലോ എവിടെയെങ്കിലും വർഷിക്കാൻ പാകിസ്ഥാൻ തയ്യാറായാൽ ഓപ്പറേഷൻ സിന്ദൂർ നമ്പർ 2 നീങ്ങാൻ ഇന്ത്യൻ സൈന്യം നിർബന്ധിതരാകും. നോക്കൂ, ഇന്ത്യ പറഞ്ഞ കാര്യം എന്താണ്? വി ഹാവ് ഡൺ ആർ ഡ്യൂട്ടി. ഞങ്ങൾ ഇന്ത്യൻ രാജ്യത്തോട്, നാട്ടുകാരോട്, മരണപ്പെട്ട 26 സ്ത്രീകളോട്, പുരുഷന്മാരുടെ ഭാര്യമാരോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇതിവിടെ നിൽക്കണം. പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിലാണ്, പാകിസ്ഥാൻ്റെ കോർട്ടിലാണ് പന്ത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ രൂക്ഷമായി പ്രതികരിച്ചാൽ അതിർത്തിയിലുള്ള വെടിവെപ്പുകൾ ചില്ലറ കാര്യമാണ്, അതവരുടെ മുഖം രക്ഷിക്കാൻ ചെയ്യുന്നതാണ്. പൂഞ്ചിലും കുപ്വാരയിലും അവിടെയൊക്കെ നടക്കുന്ന വെടിവെപ്പുകൾ അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. അതിൻ്റെ തോത് കൂടിയിട്ടുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള ഒഫൻസീവിലേക്ക് പാകിസ്ഥാൻ നീളുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ നമ്പർ 2, പക്ഷേ ആ സിന്ധൂരം തീർച്ചയായും വായിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അഭിമാനത്തെയാണ് ഒരുപക്ഷെ മായ്ച്ചു കളയാൻ പോകുന്നത്. തീവ്രവാദികളെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ ഇന്ത്യ. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്താനാവില്ല. ഇനി സൈന്യം ഇന്ത്യയെ ആക്രമിച്ചാൽ സൈനികമായി സൈന്യത്തിന് നേരെ തന്നെ, സൈനിക താവളങ്ങൾക്ക് നേരെ തന്നെ രൂക്ഷമായ ആക്രമണം സംഭവിച്ചാൽ കളി കാര്യമാകുന്ന അവസ്ഥയിലേക്ക് മാറും. ഓപ്പറേഷൻ സിന്ദൂർ 2 പ്രകോപനത്തിലൂടെ പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തിയാൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ നാമാവശേഷമാകുന്ന സ്ഥിതിഗതികളിലേക്ക് എത്തും. അതിന് പാകിസ്ഥാൻ സർക്കാർ, പാകിസ്ഥാൻ സൈന്യം, പാകിസ്ഥാനിലെ നിയമവ്യവസ്ഥകരടക്കം തയ്യാറാകുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തിയിലെ പൂഞ്ച് മേഖലയിലടക്കം, ഉറി മേഖലയിലടക്കം ഗ്രാമവാസികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രകോപനമാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ ശക്തമായ തിരിച്ചടി ഭാരതത്തിൻ്റെ സൈന്യം നൽകുന്നുമുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു വസ്തുത, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള പ്രകോപനം തുടരുകയാണെങ്കിൽ, സാധാരണക്കാരായ ഗ്രാമവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ എത്തപ്പെടുകയല്ലേ ചെയ്യുന്നത്. കാരണം ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം. ഭീകരർ നൽകിയ അടിക്ക് തിരിച്ചടിയാണ് 9 കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഭാരതത്തിൻ്റെ സൈന്യം നൽകിയത്. പക്ഷേ നേരെ തിരിച്ചുള്ള സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനം പാകിസ്ഥാൻ ആവർത്തിക്കുമ്പോൾ
അമേരിക്ക ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, UK ഭാരതത്തിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, എന്തിന് ഗൾഫ് രാജ്യങ്ങളടക്കം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആരും പിന്തുണയ്ക്കാനില്ലാതെ ഒരുപക്ഷെ ചൈന ഭാഗികമായെങ്കിലും പിന്തുണച്ചേക്കാം. പക്ഷേ ഇപ്പോഴും ചൈന പൂർണ്ണമായൊരു പിന്തുണ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ സൈന്യത്തിന് നൽകിയിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയല്ലേ? സുരേഷ്, അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നു. അത് നേരത്തെ തന്നെ ഈ ആക്രമണം നടന്ന അന്ന് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തെ എല്ലാം കൃത്യമായി അപലപിക്കുകയും ചെയ്തു. മാത്രമല്ല UN സെക്യൂരിറ്റി കൗൺസിൽ ഇത് അപലപനീയമായ ഒരു തെറ്റാണ് എന്ന് വളരെ കൃത്യമായി പറയുകയും അതിന് എതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ചില ഇടപെടലെല്ലാം തന്നെ പാകിസ്ഥാന് നടത്താൻ സാധിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ചൈനയുടെ പിന്തുണയോടെ ചില ഇടപെടലുകൾ നടത്താൻ സാധിച്ചു. അതായത് ചൈന ഭാരതമെന്ന് കൃത്യമായി പേരെഴുതി പറയുന്ന അല്ലെങ്കിൽ ഭാരത സർക്കാരിനോടൊപ്പം നിൽക്കണമെന്ന നിലപാട് അംഗരാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന പ്രമേയത്തിലെ ആ ഫ്രേസിനെ മാറ്റിക്കളയാൻ പാകിസ്ഥാനും ചൈനയ്ക്കും ഇടപെടാൻ സാധിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് പിന്നിലുള്ള ഭയവും ഇതുതന്നെയായിരുന്നു. തങ്ങളെ ആക്രമിക്കുമോ എന്ന പാകിസ്ഥാൻ്റെ ഭയം തന്നെയായിരുന്നു. കാരണം ഇന്ത്യ എന്ന് കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും ഭാരതം കൃത്യമായും ആ കാര്യത്തിൽ ഒരു പിന്തുണ നേടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായി തിരിച്ചടിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് ഭാരതത്തിനെ അത് സൗകര്യമൊരുക്കുമെന്ന ഒരു ഭയം പാകിസ്ഥാൻ ഉള്ളതാണ് ചൈനയുമായി ചേർന്ന് ഈ ഒരു നീക്കം നടത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ പ്രശ്നമുണ്ടായതിനു ശേഷവും ഈ ഭീകരാക്രമണത്തെ അതിശക്തമായി ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കൃത്യമായ നിലപാടുകളുണ്ടായി. UN സെക്യൂരിറ്റി കൗൺസിൽ എതിർത്തു. അതുപോലെ തന്നെ തുടർച്ചയായി മറ്റ് നീക്കങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണത്തെ നിരീക്ഷിക്കപ്പെടേണ്ടത്. ഇന്ന് ഈ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി ഭാരതം നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ആ തിരിച്ചടിയോടുകൂടി ആ പ്രശ്നം അവസാനിപ്പിക്കണം. ഇനി ആവശ്യമെങ്കിൽ മാധ്യസ്ഥം സ്വീകരിക്കാമെന്ന് അദ്ദേഹം പറയുമ്പോഴും ഇപ്പോൾ ആ കാര്യത്തിൽ കുറെ കൂടി വിശദീകരണങ്ങൾ മോഹൻ സാറിന് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ആവശ്യമെങ്കിൽ മധ്യസ്ഥം വഹിക്കാം, അല്ലെങ്കിൽ ഇടപെടാൻ തനിക്ക് സാധ്യമായത് ചെയ്യാമെന്ന ഒരു നിലപാടാണ്. അതൊരു വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലായി വരാമെന്നുള്ള ഒരു അമേരിക്കയുടെ ശൈലിയിലല്ല, മറിച്ച് ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആവാം എന്നുള്ള രീതിയിലാണ്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക്, അതായത് മൂന്നാമത്തെ ഒരു കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ പാക് വിഷയത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാശ്മീരുമായി ബന്ധത്തിൽ വേണ്ട എന്ന ബന്ധപ്പെട്ട വിഷയത്തിൽ വേണ്ട എന്ന ഉറച്ച ഭാരതത്തിൻ്റെ നിലപാടിനോടൊപ്പം അമേരിക്ക നിൽക്കുന്നു എന്നാണ് അതിൽ നിന്നും വായിച്ചെടുക്കാനാവുന്നത്. അങ്ങനെയല്ലേ സാറിന് തോന്നുന്നത്? അത്തരത്തിലൊരു സൂചന തന്നെയല്ലേ ട്രംപിൻ്റെ ഇന്നത്തെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒന്ന്, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണത്തിന് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അവിടെ. കാരണം അമേരിക്ക ഭാരതത്തിന് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോഴും അത് ആക്രമണ വിധേയമായ രാജ്യത്തിന് തിരിച്ചടിക്കാനുള്ള ആ അവകാശം എൻഡോഴ്സ് ചെയ്യുന്ന അമേരിക്കയെ കണ്ടു. അതങ്ങനെ തന്നെയാണ് അമേരിക്കയ്ക്കെതിരെ നടത്തിയ ആക്രമണം, ഭീകര വിഭാഗം ആക്രമണം 2001 9/11, അതിന് തിരിച്ചടി നൽകി. അതിന് രാജ്യത്തിൻ്റെ അവകാശമാണ്. ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ഒക്ടോബർ 7, 2023, അതിനെതിരെ നടത്തിയ പ്രത്യാക്രമണം, അതെല്ലാം ബെഞ്ച് മാർക്കായി എടുക്കുമ്പോൾ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് അവകാശമുണ്ട്, ധാർമ്മികമായ അവകാശമുണ്ട്. ഇനി നിയമപരമായ അന്താരാഷ്ട്ര നിയമങ്ങൾ നോക്കിയാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിൻ്റെ 5ാം അനുച്ഛേദം അനുസരിച്ച് ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെയാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ലഷ്കർ ഭീകരന്മാരെയാണ് പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ തിരിച്ചടിയുടെ രൂപവും ഭാവവും എങ്ങനെയാണ്, നൈതികത, അതേക്കുറിച്ച് ചില സംശയങ്ങൾ ലോകരാജ്യങ്ങൾക്കുണ്ട്. അത് മുതലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ പറഞ്ഞത് ഈ വിഷയം കൂടുതലായി പഠിക്കണം. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് കൂടുതലായി പഠിക്കണം, ഇൻഡിപെൻഡൻ്റായി നിഷ്പക്ഷമായി അന്വേഷണം നടത്തണം. ആ ഒരു ഡിമാൻഡ് ആകെ ചൈന മാത്രമാണ് പാകിസ്ഥാൻ്റെ ആവശ്യത്തോടൊപ്പം കുറേയെങ്കിലും അനുകൂലമായി പ്രതികരിച്ചത് എന്നോർക്കാം. ഇനി അമേരിക്കയിലേക്ക് വരാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയുടെ പൊരുൾ എന്താണ്? മധ്യസ്ഥത എന്ന ഒരു കാര്യം ഇന്ത്യയുടെ നിഘണ്ടുവിലില്ല. നമ്മുടെ നയതന്ത്രം എല്ലാം തന്നെ പോകുന്നത് 1972 ഇപ്പോൾ പാകിസ്ഥാൻ ഏകപക്ഷീയമായി മരവിപ്പിച്ച സിംല കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ വ്യക്തമായി പറയുന്നു, ഉഭയകക്ഷി അടിസ്ഥാനത്തിലാണ് ഭാരതം തർക്കങ്ങൾ പരിഹരിക്കുന്നത്. ഭാരതവും മറ്റു രാജ്യവും തമ്മിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി തർക്കമുണ്ട് എങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ, തേർഡ് പാർട്ടി മീഡിയേഷൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതിനനുകൂലമല്ല. അതിനനുകൂലമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ തന്നെ കൊണ്ടുപോയ ആ ഒരു വാദം, അതിനുള്ള മറുപടിയായി പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ രമ്യമായി
ചർച്ച ചെയ്ത് പരിഹരിക്കണം, എസ്കലേഷനിലേക്ക് പോകരുത് എന്ന് രണ്ട് രാജ്യങ്ങളോടുമായി പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പവർഫുൾ സെക്യൂരിറ്റി കൗൺസിൽ, അതിന് പ്രത്യേകിച്ചും സ്ഥിരാംഗങ്ങൾ, അതിൽ സ്ഥിരാംഗങ്ങളിൽ 5-ൽ 4 രാജ്യങ്ങളുമായും ഇന്ത്യ നിരന്തരമായ സംസാരത്തിലായിരുന്നു. ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യിയുമായിട്ട് പോലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ജയശങ്കർ നിരന്തരമായ സമ്പർക്കത്തിലാണ്. വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിലും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈന ആക്റ്റീവായി ഒരു നിലപാടെടുത്തിട്ടില്ല. എപ്പോഴും പാകിസ്ഥാൻ പിന്തുണ എന്നൊക്കെ പറയുന്നത് അതും കേവലം അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാന് ചൈന പിന്തുണ നൽകുന്നു, ഇതൊന്നും തന്നെ സൈനിക പിന്തുണയല്ല. ഒരു രാജ്യവും പാകിസ്ഥാനോ ഇന്ത്യക്കോ സൈനിക പിന്തുണ പറഞ്ഞിട്ടില്ല. ആകെ പിന്തുണ പരസ്യമായി പറഞ്ഞത് തുർക്കിയാണ്, പാകിസ്ഥാൻ അനുകൂലമായി. തുർക്കിയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ കറാച്ചി തുറമുഖത്തുണ്ട്. അത് വിട്ടുപോകാൻ പാകിസ്ഥാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ തുർക്കി യുദ്ധക്കപ്പലുകൾ അവിടെ ഉണ്ട് എന്നത് പാകിസ്ഥാന് ഒരു അദൃശ്യമായ സുരക്ഷിതത്വ ബോധം നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ആഴ്ച വന്ന 2 C-130 ഹെർക്കുലീസ് വിമാനങ്ങൾ ആയുധങ്ങളുമായി എത്തിയതാണ് എന്ന് നിഗമനമുണ്ടായിരുന്നു. അങ്ങനെയല്ല, റീഫ്യൂലിങ്ങിന് വേണ്ടി തുർക്കി വിമാനങ്ങൾ കറാച്ചിയിലും കറാച്ചിയിലും പിന്നെ ലാഹോറിലും ഇറങ്ങി എന്ന സ്ഥിരീകരണം എർദോഗാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ തുർക്കി നേരിട്ട് രംഗത്തില്ല എങ്കിലും പിന്തുണ കാര്യമായി പാകിസ്ഥാന് നൽകും എന്ന സൂചന വരുന്നു. പിന്നെ ഉള്ളത് അസർബൈജാനാണ്. അത് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കിലൊന്നായ അസർബൈജാൻ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതും സൈനിക പിന്തുണയല്ല എന്ന് ഓർക്കണം. അപ്പോൾ ഈ സൈനിക പിന്തുണയുടെ വിഷയം ഇവിടെ വരുന്നതേയില്ല. അതുകൊണ്ടൊരു മിലിറ്ററി എസ്കലേഷൻ എന്നത് വന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് പൊരുതി തീർക്കണം എന്നതാണ്.